അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അക്കാദമിയിലെ പഠന ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പുകളിൽ അറിയിച്ചതുപോലെ വിശുദ്ധമായ റമദാനിൻ്റെ സമീപത്താണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റമദാനുമായി ബന്ധപ്പെട്ട ഒരു പഠന ക്ലാസ് എല്ലാ വർഷങ്ങളിലും നമ്മൾ നടത്താറുണ്ട്. ഈ വർഷവും നമ്മുടെ പഠിതാക്കൾ അത്തരമൊരു ക്ലാസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. അല്ലാഹു അതിനുള്ള എല്ലാ തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിനെക്കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും നോമ്പിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് അത്തരമൊരു ക്ലാസ് നമ്മൾ ആവർത്തിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ്സിൻ്റെ മുൻപ് നമ്മുടെ മുമ്പിൽ അമ്മ ജുസയിലെ 2 സൂറത്തുകളാണ് അവശേഷിക്കുന്നത്. ഒന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൻ നാസിആത്ത്. സൂറത്തുൻ നാസിആത്തിലെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. 9 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. സാധ്യമാകുമെങ്കിൽ ഈ 2 സൂറത്തുകൾ നമുക്ക് പൂർത്തീകരിക്കാം. റമദാനിൻ്റെ മുൻപ് തന്നെ ഈ 2 സൂറത്തുകൾ കൂടെ പൂർത്തീകരിച്ച് അമ്മ ജുസ് അത് പരിപൂർണമായി പഠിച്ചു കഴിയുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മ ജുസയിലെ 10ാമത്തെ ആയത്തു മുതലുള്ള ഏതാനും ചില ആയത്തുകളാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പുതുതായി വന്ന പഠിതാക്കളുണ്ടാകാം. റമദാൻ പഠന കോഴ്സിൻ്റെ ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് വന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. അത്തരം ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏറെ വർഷങ്ങളായി നമ്മുടെ ഈ പഠന ഗ്രൂപ്പിൽ ത്വലബുൽ ഇൽമി എന്ന പഠന ഗ്രൂപ്പിൽ വ്യത്യസ്തമായ ക്ലാസ്സുകൾ, അതിൽ തഫ്സീർ ക്ലാസ്സുണ്ട്, അസ്മാഉൽ ഹുസ്ന എന്ന വിഷയത്തിലുള്ള പഠന ക്ലാസ്സുണ്ട്, അഖീദയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ നടത്താറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ മതപരമായ അറിവുകൾ നമ്മുടെ വീട്ടിലിരുന്ന് ഏറ്റവും നല്ല രീതിയിൽ നേടിയെടുക്കാനുള്ള, പഠിക്കാനുള്ളൊരവസരമാണ് ഈ സംവിധാനത്തിലൂടെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നാസിആത്ത് അത് മക്കിയായ സൂറത്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സൂറത്തിൽ 46 ആയത്തുകളാണ് ഉള്ളത്. അതിൽ 9 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് നമ്മുടെ ചാനലിൽ ആ ക്ലാസ് ഉണ്ട്, അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി ഗർഖ
വന്നാഷിത്വാതി നഷ്ത വസ്സാബിഹാതി സബ്ഹ ഫസ്സാബിഖാതി സബ്ഖ ഫൽമുദബ്ബിറാതി അംറ. ആദ്യത്തെ 5 ആയത്തുകൾ ഞാനത് വിശാലമായി വിശദീകരിക്കുന്നില്ല. ആദ്യത്തെ 5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മലക്കുകളാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. മറ്റു അഭിപ്രായങ്ങളുമുണ്ട്. അഥവാ മനുഷ്യൻ്റെ മരണസമയത്ത് അവൻ്റെ ശരീരത്തിലേക്ക് മുഴുകി പ്രവേശിച്ച് ആ ആത്മാവുകളെ പിടിച്ചെടുക്കുന്ന രംഗമാണ് ഈ ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയ ആളുകൾ അത് മലക്കുകളാണ്. വ്യത്യസ്തമായ മലക്കുകൾക്ക് വ്യത്യസ്തമായ ചുമതലകൾ, ദൗത്യങ്ങൾ, ജോലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതാണ് ആദ്യത്തെ 5 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതിൻ്റെ ശേഷം തത്ബഉഹ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹ ഖാശിഅ. ഈ 3 ആയത്തുകളിലൂടെ ഒരു മനുഷ്യൻ്റെ മരണം സംഭവിച്ചു. അതേപോലെ തന്നെ ഈ ലോകത്തിനും ഒരവസാനമുണ്ട്. ആ അവസാന നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അന്ന് മനുഷ്യർ ആകമാനം ഭയവിഹ്വലരായിരിക്കും. അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പോകും. അവിടെ കാഹളത്തിൽ ഊതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആദ്യത്തെ ഊത്ത്, അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന രണ്ടാമത് കാഹളത്തിൽ ഊതുന്ന വിഷയങ്ങളുമൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിലെ 10ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവുകളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെക്കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ ലോകാവസാനത്തെക്കുറിച്ച് സത്യം ചെയ്തു. ലോകാവസാനത്ത് ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചു. ഇതാരോടാണ് പറയുന്നത്? ഇത് മക്കിയായ സൂറത്താണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ, അവർ മലക്കുകളെ അവർ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കുന്ന മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് അവർ അംഗീകരിക്കാത്ത പരലോകത്തെ അല്ലാഹു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും ഇതിനെയെല്ലാം സത്യമാണ് എന്നവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടും അത് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ ആ ആളുകൾ തയ്യാറായിട്ടില്ല. അവരവരുടെ കഠിനമായ നിഷേധത്തിൽ തന്നെ തുടരുകയായിരുന്നുവെന്ന് അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ നിഷേധികളായ ആളുകൾ ഇത്തരം ചരിത്രങ്ങളുടെ മുമ്പിൽ, ഇത്തരം വസ്തുതകളുടെ മുമ്പിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ. അതാണ് 10ാമത്തെ ആയത്ത്. യഖൂലൂന, യഖൂലൂന എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ പറയും. യഖൂലൂന, ഖാല പറഞ്ഞു, യഖൂലൂന അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ പറയും. എന്താ പറയുന്നത്? അഇന്ന നാം ആണോ, നാം ആണോ, അല്ലെങ്കിൽ നാമോ, നാം ആണോ എന്നതാണ് അർത്ഥം. ലമർദൂദൂൻ, മർദൂദൻ എന്ന് പറഞ്ഞാൽ മടക്കപ്പെടുന്നവർ തന്നെ, മടക്കപ്പെടുന്നവർ. മർദൂദൂൻ, മടക്കപ്പെടുന്നവർ തന്നെ. ഫിൽ ഹാഫിറ, കുഴിയിൽ വെച്ച് മുൻസ്ഥിതിയിൽ, കുഴിയിൽ വെച്ച് മുൻസ്ഥിതിയിൽ. എന്താ ഞാൻ പറയാം? അപ്പം എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? യഖൂലൂന, അവർ പറയും. ഈ അവരാരാ? നിഷേധികളായ ആളുകൾ. അവർ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പിടിച്ച് സത്യം ചെയ്തു, മനുഷ്യന് മരണമുണ്ട്, ആ മരണത്തിൻ്റെ രംഗം എങ്ങനെയാണ്, ആ മരണത്തിനപ്പുറം എന്തുണ്ട്, ഈ ലോകത്തിൻ്റെ അവസാനമുണ്ട്, അന്ന് കാഹളത്തിൽ ഊതും, അന്ന് എല്ലാവരും തകർന്ന് തരിപ്പണമാകും, മനുഷ്യർ ഭയവിഹ്വലരാകും. ഇതൊക്കെ പറയാണ്, പരലോകത്തെ ഓർമ്മപ്പെടുത്താണ്. അപ്പം അവർ പറയുന്ന വാചകം എന്താ? യഖൂലൂന, അവർ പറയും, അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, നിശ്ചയമായും നാം കുഴിയിൽ വെച്ച് മുൻസ്ഥിതിയിൽ മടക്കപ്പെടുന്നവരാണോ? അഥവാ നമ്മൾ മരിക്കുന്നാണല്ലോ പറയുന്നത്. മരണത്തിന് ശേഷം ഖബറുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ മടക്കപ്പെടുമെന്നാണോ, അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? മനസ്സിലായോ? അഥവാ മരണപ്പെട്ടു പോയ മനുഷ്യർക്കൊരു പുനർജന്മം, വീണ്ടും അവർക്കൊരു ജീവിതം, വീണ്ടും അവരെ ജീവിച്ചു വരിക എന്നതുണ്ട് എന്നാണോ നിങ്ങൾ പറയുക? അതാണ് ചോദ്യം. യഖൂലൂന, അവർ പറയുന്നു, ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, നമ്മൾ ഖബറിൽ വെക്കപ്പെട്ടതിന് ശേഷം വീണ്ടും
മടക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു പരിഹാസത്തോടു കൂടെയുള്ള ചോദ്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു നാം ജീർണിച്ച് എല്ലുകളായി തീർന്നിട്ടാണോ ആ മടക്കം? നാം ആയിട്ടാണോ ഇളാമൻ? ഇളാം എന്ന് പറഞ്ഞാൽ എല്ല്, അസ്ഥികൾ. നഹിറ ദ്രവിച്ച, ജീർണിച്ച, നുരുമ്പിയ. ഈ പറയപ്പെടുന്ന മടക്കം എപ്പോഴാണ്? നമ്മൾ ജീർണിച്ച് എല്ലുകൾ, ആ എല്ലുകളൊക്കെ ജീർണിച്ചു പോയ അവസ്ഥയിൽ നിന്ന് വീണ്ടും നമ്മൾ മടക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് പരിഹാസത്തോടു കൂടെയുള്ള അവരുടെ ചോദ്യമാണ്. എന്നിട്ട് അവർ പറഞ്ഞു ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ. ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ. ഖാലു അവർ പറഞ്ഞു, എന്താ അവർ പറയുന്നത്? തിൽക അത്, ഇദൻ കറത്തുൻ എന്നാൽ അങ്ങനെ ഒരു മടക്കമുണ്ടെങ്കിൽ, ഒരു തിരിച്ചുവരവ്, ഒരു മടക്കമുണ്ട് എങ്കിൽ ഖാസിറ, ഒരു നഷ്ടകരമായ കാര്യം തന്നെയാണ്. അത് കളിയാക്കി പറയാണ്. അവർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരവത്രേ അത്. മനസ്സിലായോ? നിഷേധികളുടെ വാചകം എന്താ? നിങ്ങൾ പറയുന്നത് ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷം കബറിൽ കൊണ്ടുപോയി കടത്തും, ആ കബറിന്ന് മനുഷ്യന്റെ ശരീരവും എല്ലുകളും ഒക്കെ നുരുമ്പിപ്പോകും, എന്നിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ചു വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആ തിരിച്ചുവരവ് അതൊരു വല്ലാത്ത നഷ്ടമായിരിക്കും. കാരണം എന്താ? ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ ധിക്കരിച്ച ആളുകളാണ്, അപ്പം ഞങ്ങൾക്കതൊരു വലിയ നഷ്ടമായിരിക്കും എന്ന രീതിയിൽ അത് ഉൾക്കൊണ്ടു പറയല്ല, മറിച്ച് അത് പരിഹാസത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരത് പറയുന്നത്. ഇവിടെ നമുക്കൊരു പാഠമുണ്ട്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കബറിൽ കിടക്കേണ്ട ആൾക്കാരാണ്. ആ കബറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മടക്കി കൊണ്ടുവരും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നിഷേധിക്കുന്ന അവസ്ഥ, അതിനെ തള്ളിക്കളയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ പരിഹാസത്തോടു കൂടെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം പരലോകമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബുദ്ധിയുള്ള, വിവേകമുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, പരലോകമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇനി ഇവരുടെ വാദപ്രകാരം പരലോകമല്ല, മരണത്തിനപ്പുറം ലോകമല്ല എന്ന് വിചാരിക്കുക, നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? പരലോകം എന്ന് പറഞ്ഞ ഒന്നില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? കാരണം എന്താ? നമ്മൾ ഏറ്റവും മാന്യമായി, ഏറ്റവും നന്നായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ആരെയും തെറി പറയുന്നില്ല, ആരോടും അപമര്യാദയായി പെരുമാറുന്നില്ല, നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുന്നു, നമ്മൾ അനീതി ചെയ്യുന്നില്ല, അല്ലെ? സത്യസന്ധതയാണ് നമ്മുടെ മുതൽക്കൂട്ട്. അങ്ങനെ ഏറ്റവും നന്മ നിറഞ്ഞൊരു ജീവിതമാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഈ നന്മ നിറഞ്ഞ ജീവിതം കൊണ്ട് നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. പരലോകമില്ലെങ്കിൽ പോലും നമുക്ക് നഷ്ടമില്ല. പരലോകമുണ്ട്, പക്ഷെ അവരുടെ വാദപ്രകാരം പരലോകമില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടമല്ല. അതാണ് അദ്ദേഹം പറയുന്നത്. മഹാനായ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ കൊണ്ടുവരികയാണ്. ഖാലൽ മുനജ്ജമു വത്വബീബു കിലാഹുമാ ലൻ യഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ ഇൻ സഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ഔ സഹ ഖൗലി ഫൽ ഖാസിറു അലൈകുമാ എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ശാസ്ത്രജ്ഞരും ശരീരശാസ്ത്രജ്ഞരൊക്കെ പറയുന്ന എന്താ? മരണപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്നാണ്. അതാണ് അവർ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ നഷ്ടക്കാരനല്ല, അഥവാ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് നിഷേധികൾക്ക് തന്നെയാണ്. മനസ്സിലായി? നമുക്കൊരു നഷ്ടമല്ല. പരലോകം ഇല്ലെങ്കിൽ പോലും നമുക്ക് നഷ്ടമല്ല. അതിൻ്റെ അർത്ഥം ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു നഷ്ടമല്ല. പരലോകമുണ്ടെങ്കിലോ ഈ നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവർ നിഷേധിച്ചതല്ല, ഇല്ല എന്ന് അവർ പറയുന്നത്. അതില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകം ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് മഹാനായ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടത്, ഒന്ന്, പരലോകമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പലതും. മനുഷ്യന് മരണം സംഭവിക്കുന്നു, അല്ലേ? മരണമെന്ന് പറയും മനുഷ്യൻ്റെ ജീവിതം, അതൊരു അത്ഭുതമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ആളുകൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതം വേണമെന്നുള്ള അവൻ്റെ ബുദ്ധിയുടെ തേട്ടമാണ്. പരലോക വിശ്വാസം ബുദ്ധിയുടെ തേട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിഷേധികളാകാതിരിക്കണം, നമ്മൾ ഇതിനൊക്കെ അംഗീകരിക്കുന്ന ആളുകളാകണം. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ പരിഹാസത്തോടു കൂടെയാണ് ഇത്തരം കാര്യങ്ങളെ സമീപിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട്, ഈ നിഷേധികളായ ആളുകളെ അവരോട് പറയണം, ഈ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഫഇന്നമാ ഹിയ
സുജ്റത്തുൻ വാഹിദ. അവരിങ്ങനെ നിഷേധിക്കണം, ഇതൊന്നും ഇല്ല എന്നൊക്കെയാണല്ലോ അവർ പറയുന്നത്. ഫഇന്നമാ ഹിയ സുജ്റത്തുൻ വാഹിദ, എന്നാൽ അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും. നേരത്തെ മുകളിൽ അല്ലാഹു പറഞ്ഞു തതുബഉഹ റാദിഫ, ആ രണ്ട് ഊത്തിനെ കുറിച്ച് പറഞ്ഞു. അതിലേക്കാണ് ഇതിൽ നിന്ന് മടങ്ങുന്നത്. അതൊരു ഘോര ശബ്ദം മാത്രമായിരിക്കും ലോകം അവസാനിക്കുന്ന സമയത്ത്. ഫൈദാഹും ബിസ്സാഹിറ, അപ്പോഴേക്ക് അവരതാ ഭൂമുഖത്തായിരിക്കും. അഥവാ ഈ ഭൂമിയെ അള്ളാഹു മറ്റൊരിടമാക്കി മാറ്റും. ഈ നിഷേധിച്ച ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവരും. നിഷേധിച്ച ആളുകളെയൊക്കെ അവിടേക്ക് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അള്ളാഹു അവരോട് പറയാണ്, നിങ്ങളിപ്പോൾ നിഷേധിക്കണം, നിങ്ങൾ തള്ളിക്കളയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ഒരു അവസാനമുണ്ട്, അതൊന്നും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ലോകത്തിൻ്റെ അവസാന സമയത്ത് ഒരു കാഹളത്തിൽ ഊത്ത് നടക്കും. അതോടുകൂടെ ലോകം തകർന്ന് തരിപ്പണമാകും. എന്നിട്ട് മനുഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും? ഫൈദാഹും ബിസ്സാഹിർ, അപ്പോഴേക്ക് അവരതാ ഭൂമുഖത്തായിരിക്കും. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഭൂമിയുടെ ഇന്നത്തെ നിലയെല്ലാം മാറിപ്പോകും. ഈ അവസ്ഥയൊക്കെ മാറും. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം സമരസപ്പെടുമെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഊത്തിനെ തുടർന്ന് ഖബറിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരും. എന്നിട്ട് മഹ്ശറിൽ ആളുകൾ സമ്മേളിക്കും. ഇതൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. പരിഹസിക്കുന്നവരെ, കളവാക്കുന്നവരെ അള്ളാഹു വെറുതെ വിടൂല. ഈ ആയത്തുകളൊക്കെ ഉണ്ടായിട്ടും, ഇത്രമാത്രം തെളിവുകൾ ഉണ്ടായിട്ടും അതിനെ പരിഹസിക്കുന്ന, കളവാക്കുന്ന ആളുകളെ പടച്ചവൻ വെറുതെ വിടൂല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനൊരു പാഠം പറഞ്ഞു തരാണ്. ഇതേപോലെ കളവാക്കിയ ആളുകൾ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവരുടെ ചരിത്രം എന്തായിരുന്നു? അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തരാണ്. പരിഹാസം നടത്തിയ, കളവ് നടത്തിയ, ധിക്കാരിയായിരുന്ന ഒരു ഭരണാധികാരിയുടെ, ഒരു നിഷേധിയുടെ ചരിത്രമാണ് തൊട്ടടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആരുടെ ചരിത്രമാണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫറോവയുടെ ചരിത്രം, ഫിർഔനിന്റെ ചരിത്രം, ഫിർഔന്റെ ചരിത്രമാണ്. അതാണ് അല്ലാഹു 15-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഹൽ അതാക ഹദീസു മൂസ, ഹൽ അതാക ഹദീസു മൂസ, ഹൽ അതാക, നിനക്ക് വന്നിരിക്കുന്നുവോ ഹദീസു മൂസ, മൂസയുടെ വർത്തമാനം, മൂസയുടെ വിഷയം. നമ്മളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവത്ത് നടത്തുമ്പോൾ അവർ പരിഹസിക്കുകയാണ്, അവർ കളിയാക്കാണ്, നബിയെ നിഷേധിക്കുകയാണ്. നബിക്ക് എത്ര വിഷമമുണ്ടാകും, നബിക്ക് എത്ര സങ്കടം ഉണ്ടാകും. എന്നാൽ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. ഇവർ മാത്രമല്ല, ഈ ആളുകൾ, നിന്റെ മുന്നിലുള്ള നീ പ്രബോധനം ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, പലരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്, പലരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്, പല പ്രവാചകന്മാരെയും അപഹസിച്ചിട്ടുണ്ട്, കൊന്നുകളഞ്ഞിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല. മൂസാ നബിയുടെ ചരിത്രത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ആശ്വാസം പകരുകയാണ്, അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നിഷേധികളായ ആളുകളെ ചിന്തിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. ഈ ചരിത്രത്തിൽ അവർക്ക് ചിന്തിക്കാനുള്ള വക നൽകുന്നുണ്ട്. ഹൽ അതാക ഹദീസു മൂസ, മൂസയുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ? മൂസയുടെ വർത്തമാനം നിനക്കറിയില്ലേ? മൂസയുടെ ഖബർ, ആ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിനക്കറിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. ഇദ്നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു. നാദാഹു, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. ആര്? റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബ്. ആരുടെ? മൂസാ നബിയെ, മൂസാ നബിയുടെ റബ്ബ് വിളിച്ചു പറഞ്ഞ സന്ദർഭം എവിടെ വെച്ച്? ബിൽവാദിൽ മുഖദ്ദസി തുവ, ബിൽവാദ് പരിശുദ്ധമായ താഴ്വര, മുഖദ്ദസ് പരിശുദ്ധമായ, വാദ് എന്ന് പറഞ്ഞാൽ താഴ്വര. ബിൽവാദിൽ മുഖദ്ദസ് പരിശുദ്ധമായ താഴ്വര. എവിടെയുള്ള ഏത് താഴ്വര? തുവ, തുവ എന്ന് പേരുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഒരു താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. അതാണ് മൂസയുടെ വർത്തമാനം, അതാണ് മൂസയുടെ ചരിത്രം. അതാണ് മൂസാ നബിയുടെ കഥ അറിയില്ലേ എന്ന് ചോദിച്ച് അള്ളാഹു ആ കഥ പറയാണ് ഇവിടെ. ആ കഥ ഈ അധ്യായത്തിൽ പൂർണ്ണമായി പറയുന്നില്ല. വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു, പല അധ്യായങ്ങളിൽ, വിവിധ രീതികളിൽ. പക്ഷെ ഒന്നിലും വൈരുദ്ധ്യമല്ല, എല്ലാ സ്ഥലത്തും സമ്പൂർണ്ണമായ കഥയല്ല. ഇപ്പൊ ഇവിടെ വളരെ ചുരുക്കിയാണ് പറയുന്നത്, ഈ അധ്യായത്തിൽ വളരെ ചുരുക്കിയാണ് പറയുന്നത്. വേറെ ചില അധ്യായങ്ങളിൽ വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതും ഈ ഇവിടെ എല്ലാം എടുത്തു നോക്കിയാലും ഒന്നിലും വൈരുദ്ധ്യം കാണാൻ പറ്റും. അത് ഖുർആന്റെ പ്രത്യേകതയാണ്, മുഅ്ജിസത്താണ്. ഖുർആനിലൊരു അബദ്ധം ഉണ്ടാകില്ല, ഒരു തെറ്റും ഉണ്ടാവില്ല, ഒരു വൈകല്യം ഉണ്ടാകില്ല. അത് ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്താ അള്ളാഹു പറയുന്നത്? ഹൽ അതാക ഹദീസു മൂസ, മൂസയുടെ വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ? എന്താണ്? ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ,
പരിശുദ്ധമാക്കപ്പെട്ട തുവ എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം അല്ലെ, സീനാ പർവ്വതത്തിലെ തുവ താഴ്വരയാണ് ഇവിടെ ഉദ്ദേശം. ആ തുവ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ അള്ളാഹു വളരെ വിശാലമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ത്വാഹയുടെ തഫ്സീർ പഠിക്കണം, വായിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഞാനിപ്പോൾ ആ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, നമ്മുടെ സമയം ഏറെ എടുക്കും. അതുകൊണ്ട് തന്നെ ആ സൂറത്തുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. പല ആളുകളും അത് പഠിച്ച ആളുകളായിരിക്കും, ആ ചരിത്രം കേട്ട ആളുകളായിരിക്കും. അപ്പോൾ ആ സംസാരത്തിൻ്റെ ഭാഗമാണ് ഇവിടെ അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 2 തവണ തുവാ താഴ്വരയിൽ വെച്ച് മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇവിടെ പറഞ്ഞില്ലേ, ഇദ്നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. ആ തുവാ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞ സന്ദർഭം പറഞ്ഞല്ലോ. 2 സമയത്തിൽ ചില തഫ്സീറുകളിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. 2 സമയങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സംസാരിച്ചു. ഒന്ന്, അഭയാർത്ഥി കാലയളവ് കഴിഞ്ഞ്, അഥവാ മൂസാ നബി അലൈഹി സ്വലാം ഫറോവ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വളർന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു നല്ല യുവാവായി. ആ സമയത്ത് ഫറോവയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി. അതിൽ മൂസാ നബി ഇടപെട്ടു. അബദ്ധത്തിൽ എന്ത് ചെയ്തു, ഫറോവയുടെ ഗോത്രത്തിൽപ്പെട്ട ആൾ കൊല്ലപ്പെട്ടു. അങ്ങനെ മൂസാ നബി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹം മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തെത്തി. അവിടെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അഭയം ലഭിച്ചു. അദ്ദേഹം വിവാഹം കഴിച്ചു. അവിടെ ആ വീട്ടിൽ അവരുടെ ആട്ടിടയനായി ജോലി ചെയ്യാമെന്ന കരാറിൽ ഏർപ്പെട്ടു. ആ കാലയളവൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങാണ്. ആ മടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തുവ എന്ന് പറയുന്ന താഴ്വരയിൽ വെച്ച് അദ്ദേഹം അള്ളാഹുമായി സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായി? അവിടെ ഒരു തവണ സംസാരിച്ച് അദ്ദേഹം വഴിയറിയാതെ നിന്നു. രാത്രിയാണ്, വഴി അറിയുന്നില്ല. അപ്പോൾ വെളിച്ചം കണ്ടു. അപ്പോൾ കുടുംബത്തോട് പറഞ്ഞ് ഞാൻ അവിടെ പോയി നോക്കട്ടെ, ഒന്നെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാകും, അവർ നമുക്ക് വഴി പറഞ്ഞു തരും. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചെരുപ്പഴിച്ചു വെക്കാനും സംസാരം നടത്തിയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് പോകില്ല, അതാണ് ഒരു രംഗം. രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാം 40 ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, 40 ദിവസം അദ്ദേഹം ഈ പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിലേക്ക് പോയ രംഗമുണ്ട്. തൻ്റെ സഹോദരൻ ഹാറൂനിനെ വിശ്വാസികളായ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം 40 ദിവസം പോയി, വേദം സ്വീകരിക്കാൻ വേണ്ടി പോയി എന്നാ പറയാ. ആ സമയത്ത് അള്ളാഹു എന്ത് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം എന്തായാലും മുഹമ്മദ് നബിയോട് അള്ളാഹു പറയാം, മുഹമ്മദ് നബിയെ വിളിച്ച് പറയാ, മൂസാ നബിയുടെ വർത്തമാനം നിനക്ക് എത്തിയിട്ടില്ലേ? മൂസാ നബിയെ അദ്ദേഹത്തിൻ്റെ റബ്ബ് പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ച് സംസാരിച്ച ആ കാര്യം എന്താ അള്ളാഹു പറഞ്ഞത്? മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഇദ്ഹബ്, നീ പോകുക, ഇലാ ഫിർഔന, ഫിർഔനിന്റെ സമീപത്തേക്ക്, ഇന്നഹു തഗ, നിശ്ചയമായും അവൻ അതിരുവിട്ടിരിക്കുന്നു, പരിധി വിട്ടിരിക്കുന്നു. ഫിർഔൻ ആരാ നമുക്കറിയാം, ആ കാലഘട്ടത്തിലെ ധിക്കാരിയായ ഭരണാധികാരിയാണ് അല്ലെ, ധിക്കാരിയായ ഭരണാധികാരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ധിക്കാരിയായ ഭരണാധികാരി അതിരുവിട്ടിട്ടുണ്ട്, അവന്റെ അടുക്കലേക്ക് പോകണം. എന്നിട്ടോ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക. ഫഖുൽ, എന്നിട്ട് നീ പറയുക, ഹല്ലക, നീ ഒരുക്കമുണ്ടോ, നിനക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നീ തയ്യാറുണ്ടോ, എന്തിന്? ഇലാ അൻ തസക്ക, പരിശുദ്ധി പ്രാപിക്കാൻ, നന്നാകാൻ നീ ഒരുക്കമുണ്ടോ എന്ന് അദ്ദേഹത്തോട് പറയാം, അദ്ദേഹത്തോട് ചോദിക്കുക. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഫിർഔൻ അതിരുവിട്ടിട്ടുണ്ട്, ഫിർഔൻ അതിര് ലംഘിച്ചിട്ടുണ്ട്, പരിധി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫിർഔനിന്റെ സമീപത്ത് ചെന്നിട്ട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? നീ നന്നാകാൻ ഒരുക്കണ്ടോ? എന്താ ഇവിടുത്തെ നന്നാകൽ? എന്താ ഇവിടെ നന്നാകുക എന്നത് കൊണ്ട് ഉദ്ദേശം എന്താ? തഫ്സീറുകളിൽ കാണാം, ഐ തുസല്ലിമു വ തുതീഉ, ഇസ്ലാം സ്വീകരിക്കാനും അള്ളാഹുവിനെ അനുസരിക്കാനും ഒരുക്കമുണ്ടോ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ, അവന് ഇബാദത്ത് ചെയ്യാൻ അതിന് ഒരുക്കമുണ്ടോ, അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനാണ് മൂസാ നബിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ഫറോവയുടെ ഫിറഔനിന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ കാര്യം മുഹമ്മദ് നബിയോട് അള്ളാഹ് പറയാ, മുഹമ്മദ് നബിക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മൂസാ നബി വീണ്ടും പറയുന്ന വാചകം എന്താ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, നിന്റെ റബ്ബിങ്കിലേക്ക് ഞാൻ നിനക്ക് മാർഗദർശനം നൽകുകയും അങ്ങനെ നീ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിന് നീ ഒരുക്കമുണ്ടോ? മൂസാ നബിന്റെ ചോദ്യമാണ്. എന്താ മൂസാ നബിന്റെ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം എന്താ? ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, നീ മുസ്ലിം ആകാൻ റെഡിയാണോ?
നീ പരിശുദ്ധി പ്രാപിക്കാൻ റെഡിയാണോ? അതേപോലെ തന്നെ ഞാൻ നിനക്ക് മാർഗദർശനം നൽകാം. ഞാൻ നിനക്ക് മാർഗദർശനം നൽകുവാനും ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, അങ്ങനെ നീ ഭയപ്പെടാനും. അഥവാ ഞാൻ നൽകുന്ന ഉപദേശങ്ങൾ, ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ അത് കേട്ട് അത് ഉൾക്കൊണ്ട് ആ മാർഗദർശനം സ്വീകരിച്ച് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ റെഡിയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായില്ലേ? നമുക്കൂടുള്ള പാടാണ്. നമ്മൾ അള്ളാഹിനെ പേടിക്കേണ്ട ആൾക്കാരാണ്. തഖ്ഷ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്ഷ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. വിശ്വാസിയുടെ ഗുണമാണ് ഖശിയത്തുള്ളവനാകണം, അള്ളാഹുവിനെ പേടിക്കുന്നവനാകണം. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യമായ പരസ്യമായ എല്ലാ മേഖലകളിലും പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുക. ഇത്തഖില്ല ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ്. പടച്ചോനെ പേടിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്നുള്ള വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസ്സഹുമാ അന്നാർ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകം സ്പർശിക്കില്ല എന്നാണ്. രണ്ട് കണ്ണുകൾ അവരെ നരകം സ്പർശിക്കില്ല. അതിൽ ഒന്നാരാ? ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ്, ആ കണ്ണിനെ നരകം സ്പർശിക്കില്ല എന്നാ. അപ്പൊ ഖശിയത്തുള്ള ആളുകൾക്ക് പരലോകത്ത് എന്തുണ്ട്? വലിയ നേട്ടങ്ങളുണ്ട്, വലിയ സൗഭാഗ്യങ്ങളുണ്ട്. ഈ ചരിത്രമൊക്കെ കേട്ടുപോകുമ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഖശിയത്തുള്ള ആളുകളാകണം, നമ്മൾ ഭക്തിയുള്ള ആളുകളാകണം, നമ്മൾ അള്ളാഹിനെ പേടിക്കുന്ന ആൾക്കാരാകണം. പിന്നെ നോക്കൂ നിങ്ങൾ, ഫറോവ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ക്രൂരനാണ്, എത്രമാത്രം ധിക്കാരിയാണ്, എത്രമാത്രം തോന്നിവാസിയാണ് അല്ലേ? ജനിച്ചു വീഴുന്ന ആൺകുട്ടികളെയൊക്കെ കൊന്നയാളാണ്, ഒരുപാട് ക്രൂരത കാണിച്ച ആളാണ്. ആ ഫറോവ ചക്രവർത്തിയുടെ സമീപത്തേക്ക് അള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞേക്കുക. എന്നിട്ട് ചോദിക്കുന്നത് എന്താ? നന്നാകാൻ ഒരുക്കണ്ടോ? നന്നാകാൻ ഒരുക്കണ്ടോ? മുസ്ലിം ആകാൻ ഒരുക്കണ്ടോ? റെഡിയാണോ? നീ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ റെഡിയാണോ? അങ്ങനെ റെഡിയായാലോ പടച്ചോ മാപ്പ് കൊടുക്കും, അള്ളാഹു മാപ്പ് കൊടുക്കും. ഇത് നമുക്കുള്ള പാടാണ്. നമ്മൾ അത്രമാത്രം ധിക്കാരികളല്ല. നമ്മളുടെ അടുക്കലൊക്കെ പലതരത്തിലുള്ള പാപങ്ങളുണ്ട്, തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കാൻ റെഡിയായാൽ റബ്ബ് നമ്മളെ ഏറ്റെടുക്കും, റബ്ബ് നമ്മളെ പരിഗണിക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും, പരലോകത്ത് നമുക്ക് വിജയം നൽകും എന്ന ഒരു പാഠം കൂടെ ഫിറഔനിന്റെ ഈ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അപ്പൊ ഫിറഔനിനോട് പോയിട്ട് എന്ത് പറഞ്ഞു? അള്ളാനെ മാത്രം ആരാധിക്കണം അല്ലേ? മൂസാ നബിയുടെ ചരിത്രം ഇത് വളരെ ചുരുക്കി പറയുന്നതാണ്. വേറെ ഒരുപാട് സ്ഥലത്ത് മൂസ നീ പറയുന്ന റബ്ബാരാണ് അല്ലേ? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞ് മൂസാ നബി അള്ളാനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? അതിനെ നിഷേധിച്ചു, അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം തെളിവ് കൊടുക്കുകയാണ്. അതാണ് അടുത്ത ആയത്തിൽ ഫഅറാഉൽ ആയത്തുൽ കുബ്ര. അങ്ങനെ അദ്ദേഹം ഫഅറാഹു, അങ്ങനെ അദ്ദേഹം അവന് കാട്ടിക്കൊടുത്തു. എന്ത്? അൽ ആയത്തുൽ കുബ്ര, വലിയ വമ്പിച്ച വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. മൂസാ നബി ആ നിഷേധിച്ച സന്ദർഭത്തിൽ താൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൂതനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാൻ വേണ്ടി വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. എന്താണ് ആ ദൃഷ്ടാന്തം? യഅനി തഫ്സീറുകളിൽ കാണാം, ഫഅദ്ഹറ ലഹു മൂസ മാ ഹാദിഹി ദഅവത്തുൽ ഹഖ് ഹുജ്ജതൻ ഖവിയ്യതൻ. അദ്ദേഹം എന്ത് ചെയ്തു? നല്ല ശക്തമായ തെളിവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു, ഫറോവക്ക് കാണിച്ചു കൊടുത്തു. മഹാനായ തഫ്സീർ തുബരിയിൽ നമുക്ക് കാണാം, ഐ അലമാത്തൽ ഉളുമാ വഹിയ അൽ മുഅ്ജിസ, അത് മൂസാ നബിയുടെ മുഅ്ജിസത്തുകളാണ്. വഖീല അൽ അസ, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ വലിയ ദൃഷ്ടാന്തം ഏതാണ്? അതൊന്ന് വടിയാണ്, മൂസാ നബിന്റെ വടിയാണ്. ആ വടി നിലത്തിട്ടു, അപ്പോൾ അത് പാമ്പായി മാറി, അതാണെന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ പറഞ്ഞു വഖീല അൽ യദുൽ ബൈദാഉ തബ്റുഖു കശംസ്, അദ്ദേഹത്തിന്റെ മറ്റൊരു മുഅ്ജിസത്താണ്, തൻ്റെ കൈ എന്ത് ചെയ്യും? കക്ഷത്തിൽ വെച്ച് അത് പുറത്തെടുത്താൽ വലിയ പ്രകാശം ഉണ്ടാകും, നല്ല പ്രകാശം ഉണ്ടാകും, അതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ച ദൃഷ്ടാന്തമെന്ന് രണ്ട് അഭിപ്രായങ്ങൾ. എന്തായാലും രണ്ടും വലിയ ദൃഷ്ടാന്തമാണ്, രണ്ടും വലിയ മുഅ്ജിസത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? പല ആളുകൾക്കും ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ വലുതേതാണ് എന്ന വിഷയത്തിൽ പല പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും അള്ളാഹു പറഞ്ഞെന്താ? മൂസാ നബി ഫിറഔനിനോട് പോയിട്ട് അള്ളാനെ പരിചയപ്പെടുത്തി, നന്നാകാൻ റെഡിയാണെന്ന് ചോദിച്ചു. അദ്ദേഹം ഉൾക്കൊണ്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു അല്ലേ? അദ്ദേഹം വമ്പിച്ച ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അപ്പൊ എന്താ അദ്ദേഹം ചെയ്തത്? അപ്പോൾ അവൻ വ്യാജമാക്കി, അവൻ കളവാക്കി. അനുസരണക്കേട്, എതിര് പ്രവർത്തിക്കുകയും ചെയ്തു. മൂസാ നബി ഫിറഔനോടൊക്കെ ചോദിച്ചു, കേട്ടില്ല. ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു, എന്നിട്ടും കേട്ടില്ല, നിഷേധിച്ചു. ഫകദ്ദബ, അപ്പൊ അവൻ കളവാക്കി. വഅസ,
അവൻ എന്ത് ചെയ്തു? അവന് അനുസരണക്കേട് പ്രവർത്തിച്ചു. സുമ്മ അദ്ബറ യസ്ആ, പിന്നീട് അവൻ എതിരായ പരിശ്രമം നടത്തിക്കൊണ്ട് പിന്നോട്ട് പോയി. സുമ്മ അദ്ബറ, പിന്നീട് അവൻ പിന്നാക്കം പോയി, പിറകോട്ട് പോയി. യസ്ആ, പരിശ്രമിച്ചുകൊണ്ട്. ഫഹശറ ഫനാദ, അങ്ങനെ അവൻ തൻ്റെ ആൾക്കാരെ ശേഖരിച്ചു, തൻ്റെ ആളുകളെ ഫഹശറ, അവൻ ഒരുമിച്ച് കൂട്ടി. മഹ്ശർ എന്ന് കേട്ടില്ല നമ്മൾ, മഹ്ശർ ഔബെന്നാണ്. ഫഹശറ, അങ്ങനെ അവൻ ഒരുമിച്ച് കൂട്ടി. ഫനാദ, എന്നിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ മൂസാ നബി വന്നിട്ട് ഫിറഔനോട് പറയാണ്. എന്താ പറയുന്നത്? അല്ലാഹുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നമ്മളെ പടച്ച് പരിപാലിച്ച പടച്ചോനെ കുറിച്ച് പറയാണ്. അപ്പോ ആ സമയത്ത് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അപ്പൊ അള്ളാഹു ഇവിടെ ചിത്രീകരിക്കണം എന്താ അറിയോ? ആ മൂസാ നബി ഫിറഔനോട് ഇത് പറഞ്ഞു. ഫിറഔൻ അതിനെ നിഷേധിച്ചു, ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു, നിഷേധിച്ചു. എന്നിട്ട് ഫിറഔൻ എന്ത് ചെയ്യാണ്? ഫിറഔൻ വേഗം പിന്തിരിഞ്ഞോടുകയാണ്. എന്നിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. മൂസാ നബി അവരോട് പറയുന്നതിന് മുമ്പ്, മൂസാ നബി തന്നോട് പറഞ്ഞ ഈ സന്ദേശം ആ ജനങ്ങളോട് പറയുന്നതിൻ്റെ മുൻപ് മൂസാ നബീൻ്റെ ഫിറഔൻ തൻ്റെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഫഖാല അവൻ പറഞ്ഞു, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അൽ അഅ്ലാ, ഏറ്റവും ഉന്നതനായ. അതാ ഫിറഔൻ പറഞ്ഞത്. ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബ്. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദൗത്യം, ആ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. അമാനുഷികമായ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞെന്താ? ഞാനാണ് റബ്ബ്. എത്രമാത്രം ധിക്കാരമുള്ള വാചകാണത്! അള്ളാന്റെ സൃഷ്ടിയാണ് അദ്ദേഹം. എന്നിട്ട് ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനല്ലാതെ മറ്റൊരാരാധ്യനും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയുന്നില്ല എന്നത്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്ന് അദ്ദേഹം പറഞ്ഞത് സൂറത്തുൽ ഖസസിലെ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ മറ്റൊരാരാധ്യനും നിങ്ങൾക്കുള്ളതായി ഞാൻ അറിയുന്നില്ല. ഫിറഔന്റെ ധിക്കാരമാണത്, ഫിറഔന്റെ അഹങ്കാരം നിറഞ്ഞ വാചകമാണത്. ആ പ്രവാചകനെ നിഷേധിച്ചു, ആ പ്രവാചകനെ തള്ളിക്കളഞ്ഞു. ഈ ചരിത്രമാണ് അള്ളാഹു പറഞ്ഞു. ഞാനിത് ഈ സൂറത്തിന്റെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട എന്താ? മരണത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു. മലക്കുകളെ സത്യപ്പെടുത്തി, മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് എന്തു പറഞ്ഞു? മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ എടുക്കുന്ന വിശ്വാസിയുടെ മരണം, അവിശ്വാസിയുടെ മരണം ഒക്കെ പറഞ്ഞു. എന്നിട്ടോ മലക്കുകൾ നിർവഹിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മലക്കുകളെ നിഷേധിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളോട്, മലക്കുകൾ അംഗീകരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളോട് ആ മലക്കുകളെ പിടിച്ച് സത്യം ചെയ്ത് എന്ത് പറഞ്ഞു? മരണത്തെ ഓർമ്മപ്പെടുത്തി, പരലോകം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കളിയാക്കി, അവർ പരിഹസിച്ചു. ഞങ്ങൾ എല്ലുകളായതിനു ശേഷം വീണ്ടും, ജീർണിച്ചതിന് ശേഷം വീണ്ടും വരുന്നാണ് പറയണത്. അപ്പോൾ പടച്ചോൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ തകർന്ന് തരിപ്പണാകും. എന്നാൽ അള്ളാഹു ഒരിക്കൽ കഥ പറഞ്ഞു കൊടുത്തു. ആരുടെ കഥയാ? മൂസാ നബിയുടെ കഥ. നിഷേധിയായിരുന്ന ആൾക്ക്, അയാൾക്ക് സംഭവിച്ച, അയാൾ ആരാ? അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ആളാ. എന്നാൽ അള്ളാഹു അയാളെ മുക്കിക്കൊന്ന, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു നശിപ്പിച്ച ഭാഗങ്ങൾ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. പ്രവാചകന്മാർക്ക് ഇതുപോലെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന അള്ളാഹു പഠിപ്പിച്ചു. മനസ്സിലായി? ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. കാര്യങ്ങൾ സത്യസന്ധമായി പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, വിശ്വാസികളായ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.